ബാലാലയം വർഷങ്ങളോളം കഴിഞ്ഞു. ബാലാലയത്തിനൊരു വലിയ ഒരു കീർത്തി കിട്ടുന്നൊരു കാലമുണ്ടാകും. ഇപ്പോഴും കീർത്തിയില്ല എന്നല്ല, ഇതിൻ്റെ പെരുമ ആകാശം മുട്ടുന്ന ഒരു കാലമുണ്ടാകും. അന്ന് നമ്മളെല്ലാവരും ഓർക്കേണ്ടുന്ന, അന്നത്തെ തലമുറ ഓർക്കേണ്ടുന്ന കുറേ പേരുകളും വ്യക്തികളുമാണിത്. ഇത് കൃഷ്ണശ്രീ, ഇദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും അറിയാം. ഗോപാൽജി വളരെ പരിചിതനാണ്, അദ്ദേഹത്തിൻ്റെ മുഖം പരിചിതമാണ്. ഇതിൻ്റെ പ്രസിഡന്റാണ് അജി. അജി സ്വരാജ്. അപ്പോൾ ഇവരെല്ലാവരും ചേർന്നാണ് ബാലാലയത്തിന് ഇങ്ങനെ ഒരു ബാലാലയത്തെ ജനങ്ങളുടെ ഇടയിലേക്ക്, ഭക്തരുടെ, വെറും ജനങ്ങളെന്ന് പറയാൻ പറ്റില്ല, ശിവഭക്തരുടെ ഇടയിലേക്ക് ബാലാലയത്തിനെ എത്തിക്കുക എന്നുള്ള ഒരു വലിയ കർമ്മത്തിൻ്റെ പങ്കാളികളാണ് ഇവരെല്ലാവരും. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ബാലാലയം, അതും വർഷങ്ങളോളം ശിവലിംഗം ഒന്നിനു മീതെ ഒന്നായി പ്രതിഷ്ഠിച്ചൊരു ബാലാലയം, ഇപ്പോൾ ബാലാലയം എന്ന രൂപത്തിലാണ്, ഇങ്ങനൊരു സംരംഭത്തിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ സുധി എന്ന അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു യാത്രയുടെ കഥയാണ്. അതൊന്ന് പറയാമോ? ഇത് നമ്മൾ 2017 ഉജ്ജയിനി മഹാകാളേശ്വർ ക്ഷേത്രത്തിലോട്ട് യാത്രയുണ്ടായിരുന്നു. ഒരു ശിവൻ്റെ ശിവരാത്രിക്ക് ഭഗവാനെ തൊഴാൻ വേണ്ടി പോയതാണ്. ആ തൊഴാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ഒരു വാദ്യമേളം കേട്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അതൊരു കല്യാണത്തിൻ്റെ മേളമായിരുന്നു. ആ കല്യാണത്തിൻ്റെ മേളത്തിന് അപ്പോൾ അവിടെ ഒരു സ്വാമി ഇരുന്ന് പറഞ്ഞു, ഇപ്പോൾ മലയാളം സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് ആ സ്വാമി എൻ്റെ അടുത്തും അജിയുടെ അടുത്താണ് ചോദിച്ചത്, ഇത് നിങ്ങളെ തിരുവനന്തപുരത്ത് ഇത്രയും വലിയൊരു ജനപ്രളയം കണ്ടിട്ടുണ്ടോ ശിവരാത്രിക്ക്? ഇവിടെ ഹിന്ദുക്കളെല്ലാം കിടന്ന് ഉറങ്ങുകയില്ലേ? അപ്പം നിങ്ങൾക്ക് അവിടെ പോയി എന്തെങ്കിലും ഒരു മാറ്റം ചെയ്തുകൂടെ എന്ന് കേട്ടു. ആ 2017 വന്നിട്ട് നമ്മളിവിടെ ഒരു കമ്പറ്റി തുടങ്ങുകയും ഇതിന് മഹാലിംഗ ഘോഷയാത്ര എന്നൊരു നാമകരണം ചെയ്യുകയും ഇത് എങ്ങനെ ചെയ്യാമെന്ന് ആലോചിക്കും. അത് കുറേ കഥയുണ്ട്, അത് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകില്ല. എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ 9 ഇഞ്ച് ശിവലിംഗം നമ്മൾ ചെയ്യുകയും അത് 13 ക്ഷേത്രങ്ങളിൽ 12 ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഓട്ടമുണ്ട്, ശിവാലയ ഓട്ടം 12. അത് ഭാവിയിൽ പൊളിയാതിരിക്കാൻ, ഭാവി നമ്മൾ അടുത്ത 13 അത് പൊളിയാതിരിക്കാൻ വേണ്ടി അതും നടക്കണം, ഇതും നടക്കണം. അതുകൊണ്ട് ഇത് 13 ക്ഷേത്രങ്ങളിൽ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കുകയാണ്. അപ്പം നേമത്തിൽ നിന്ന് തുടങ്ങി നേമം, കാരയ്ക്കമണ്ഡലം, തളിയൽ, ഇങ്ങനെ അന്ന് ശിവരാത്രിക്ക് ഈ വിഗ്രഹമായിട്ട് നമ്മളിങ്ങനെ ഘോഷയാത്രയിൽ നടക്കും. അത് അടുത്ത വർഷം അല്ലേ അജി? അടുത്ത വർഷം നമ്മൾ ഈ 1 ഇഞ്ച്, അര ഇഞ്ച് വീതം സൈഡ് അല്ലേ, ഓരോ ഇഞ്ച് വീതം നമ്മൾ വളർത്തും. അങ്ങനെ 18 വർഷം ചെമ്പാണ്, 19 വർഷം പഞ്ചലോകമാണ്, 18 വർഷം ഇരുമ്പാണ്, 19 വർഷം പഞ്ചലോകമാണ്, 18 വർഷം ഈയമാണ്, 19 അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ നമ്മൾ 103 വർഷം തൊട്ട് ചെമ്പ്, ഇരുമ്പ്, അവസാനത്തെ 5 വർഷം ചെമ്പ്, ഇരുമ്പ്, ഈയം, വെള്ളി, സ്വർണം. 108 വർഷം എന്ന് പറഞ്ഞാൽ സ്വർണത്തിന് ഭഗവാനെ ഈ രൂപത്തിലാണ് നമ്മൾ ഈ പ്രതിഷ്ഠ ഉണ്ടാക്കുന്നത്. ഭഗവാന്റെ മുഖം വെച്ച് ആ പ്രതിഷ്ഠയോടുകൂടി അന്ന് 36 അടി ഹൈറ്റാവും. അതായത് 3 നില കെട്ടിടത്തിന് മുകളിൽ ഭഗവാൻ പൊങ്ങും. എത്രയോ ലക്ഷം ടണ്ണ് വെയിറ്റും വരും. അന്ന് നമ്മളാരും കാണില്ല. ഇപ്പോൾ എൻ്റെ മോന് 20 വയസ്സ് 8 വയസ്സൊക്കെ ആയി, അവർ 13 വയസ്സൊക്കെ അവരും കാണില്ല, അവരെ മക്കളും കാണില്ല. മനസ്സിലായി? എൻ്റെ മക്കളെ കല്യാണം കഴിഞ്ഞാൽ തന്നെ ഇനി 99 വർഷം നമ്മൾ ബാക്കിലോട്ട് 99 വർഷം നമുക്ക് ചിന്തിക്കാമോ? ആരെങ്കിലും അറിയാമോ? ഇല്ല. അപ്പം ഇത് തന്നെയാണ് ജയകുമാർ സാറും പറഞ്ഞത്. ജയകുമാർ സാർ നമ്മളെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ്, അദ്ദേഹം എന്ന് പറഞ്ഞു, അദ്ദേഹം 5ാമത്തെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ഈ കാര്യം പറഞ്ഞത്, നിങ്ങളൊരു 50 വർഷത്തിന് ബാക്കിലുള്ള ആരെങ്കിലും അറിയാമോ എന്ന് കേട്ട്. അറിയില്ല. എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നറിയാം, ഇല്ല. അപ്പോൾ ഇത് 104 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്നുണ്ട്. അപ്പം അഭിഷേകം ചെയ്തപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാനൊരു പൂവായിട്ടെങ്കിലും ഇതിൻ്റെ പുറത്ത് വന്ന് വീഴുമെന്ന്.